നീറ്റ് നെറ്റ് വിഷയത്തിൽ ഇന്ത്യ സഖ്യം പ്രതിഷേധം ഉയർത്താനിരിക്കെയാണ് അസാധാരണമായി ഈ നടപടി. അവിശ്വസനീയ നടപടി എന്ന് കോൺഗ്രസ് പറയുന്നു. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലാകെ മഴയുടെ ഒരു ഇതിൽ നിൽക്കുമ്പോഴും ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അനൂപേ, അതായത് നീറ്റും നെറ്റും പോലെയുള്ള ഗുരുതരമായ പിഴവുകൾ സംഭവിച്ച സന്ദർഭത്തിലാണ് ഇങ്ങനെ അടിയന്തര പ്രമേയത്തിനുള്ള ഒരു അവസരം വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്യുന്നത്. ഇത് ഏത് തരത്തിലായിരിക്കും ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കുക? മോത്തി, ഗുഡ് മോർണിംഗ്. സഭയിൽ എന്തായാലും ഈ വിഷയം അതിരൂക്ഷമായി ഉന്നയിക്കാൻ ഇന്ത്യ സഖ്യം ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ വിഷയം ഉന്നയിക്കുക. അങ്ങനെ വിഷയം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ 10:45 വിജയ് ചൗക്കിൽ പാർലമെന്റിന് തൊട്ടടുത്തുള്ള മാധ്യമങ്ങൾക്ക് അനുമതിയുള്ള സ്ഥലത്ത് ഒരു വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനം വിളിച്ച് വിഷയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അകത്ത് പോയി അടിയന്തര പ്രമേയ നോട്ടീസുകൾ നേരത്തെ തന്നെ നൽകി അത് പരിഗണിക്കാനുള്ള ഇടപെടലൊക്കെ നടത്തുക എന്നായിരുന്നല്ലോ തന്ത്രം. പക്ഷേ അടിയന്തര പ്രമേയ നോട്ടീസുകൾ സ്പീക്കർ പരിഗണിക്കണമെങ്കിൽ അത് ആദ്യം സ്പീക്കറുടെ കയ്യിൽ എത്തണമല്ലോ. സാധാരണഗതിയിൽ ഇപ്പോൾ വർഷങ്ങളായി ഡിജിറ്റലായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഓൺലൈനിൽ അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് രാവിലെ പെട്ടെന്ന് എംപിമാർ നോക്കുമ്പോൾ, എംപിമാരുടെ PA നോക്കുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തപ്പോൾ അപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ ചില എംപിമാർ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള എംപിമാരുടെ PA ഓടി സ്പീക്കറുടെ ഓഫീസിലെത്തി അവിടെ നേരിട്ട് സമർപ്പിച്ചു. അതായത് നിങ്ങൾ ഈ ഓപ്ഷൻ എടുത്തു കളഞ്ഞാലും ഞങ്ങൾ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്, ഞങ്ങൾ ഉറപ്പായും നിയമപരമായിട്ടും സഭയുടെ ചട്ടത്തിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോകുന്നുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നേരിട്ട് സ്പീക്കറുടെ ഓഫീസിൽ എത്തിച്ച് നൽകിയത്. അതുകൊണ്ട് അടിയന്തര പ്രമേയങ്ങൾ സ്പീക്കറുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പാർലമെന്റിന്റെ ഇരു സഭകളും, രാജ്യസഭയും ലോക്സഭയും പ്രക്ഷുബ്ധമാകും. അത് വലിയ പ്രതിഷേധത്തിന്റെ വേദിയാകും. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം. ഇത്തരം പിഴവ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ബീഹാറിൽ ചോർന്നു, ഗുജറാത്തിൽ ചോർന്നു, മഹാരാഷ്ട്രയിൽ ചോർന്നു, അങ്ങനെ പല സ്ഥലത്തും ചോർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ കൗൺസിലിംഗ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് ചോർന്ന ചോദ്യപേപ്പറുകൾ അതെഴുതി പരീക്ഷ എഴുതി വിജയിച്ച ആളുകൾ നിൽക്കുന്നുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് കൗൺസിലിംഗ് എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഗുരുതരമായ പിഴവാണ്. അത് ഇന്ന് പ്രതിപക്ഷം ശക്തമായി സഭയിൽ ഉന്നയിക്കും. സഭ പ്രക്ഷുബ്ധമാകും.